ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ വീട്ടിൽ നല്ല മഴയാണ്. മഴയൊക്കെ പോയി തുടങ്ങി, ഇപ്പോൾ കാറ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി അവിടെ കളിക്കുകയാണ്. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. ബൈ ബൈ. ഞാൻ ഇന്നൊരു കടല മുട്ടായിയുടെ റെസിപ്പിയുമായിട്ടാണ് വരുന്നത്. വറുക്കാത്ത കടല കടയിൽ നിന്ന് കൊണ്ടുവന്ന് കുറേശ്ശെ വറുത്തെടുക്കുകയാണ്. വറുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി കളയാം. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിൽ വെക്കണം. കുറച്ച് ശർക്കരയും പഞ്ചസാരയും ഇട്ട് നല്ലോണം അലിച്ചെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 ശർക്കരയും 2 സ്പൂൺ പഞ്ചസാരയുമാണ്. അത് കുറച്ച് വെള്ളവും ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കണം. ശർക്കര അലിഞ്ഞ് വന്ന് ഒരു ഒറ്റനൂൽ പരിവാക്കിയെടുക്കണം. ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാം ഒറ്റനൂൽ പരിവായിട്ടുണ്ടോ എന്ന്. ഒറ്റനൂൽ പരിവായതിന് ശേഷം വറുത്തു വെച്ച കടല അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതോടൊപ്പം ഗ്യാസ് ഓഫ് ചെയ്യുകയും വേണം. ചൂടാറുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ള തട്ടാണ് എടുത്തത്. ആ തട്ടിലേക്ക് അത് കുറേശ്ശെയായി പരത്തിയെടുക്കണം. പരത്തി വച്ചതിന് ശേഷം പരന്ന ഒരു ചട്ടുകം എടുത്ത് ഇതുപോലെ പീസാക്കി വെക്കാം. ഇതുപോലെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായി വെക്കണം. ഹായ്, കണ്ടു നോക്കൂ, നല്ല അടിപൊളി കടല മിഠായി. കുറച്ചു സമയം കഴിഞ്ഞ് ഞങ്ങൾ ആ പാത്രത്തിൽ നിന്ന് ഓരോ പീസ് എടുക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. പണി പാളി. അതിൽ ബട്ടർ പേപ്പറോ എണ്ണയോ തടവണമായിരുന്നു. കടലമിഠായി കണ്ട് ഞാൻ ചാടിക്കളിച്ചു. പക്ഷേ വിചാരിച്ച അത്ര റെഡിയായി വന്നില്ല. ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റിനൊരു കുഴപ്പവുമില്ലായിരുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.